അവൻ നല്ലവൻ, അവൻ നല്ലവൻ, എന്നും നമ്മോട് കൂടെയുള്ളവൻ. വാഴ്ത്തുവിൻ, നാം വാഴ്ത്തുവിൻ, പരമേശുവേ സ്തുതിപ്പിൻ. വാഴ്ത്തുവിൻ, നാം വാഴ്ത്തുവിൻ, പരമേശുവേ നമിപ്പിൻ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അഗാധമായ ദൈവാശ്രയബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവ്. നെഹമ്യാവിൻ്റെ ദൈവാശ്രയത്തെ വ്യക്തമാക്കുന്ന വാക്യമാണ് നെഹമ്യാവ് 2:20. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും, ആകയാൽ അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്തിലും പ്രാർത്ഥനയുടെ ശക്തിയിലും യെരുശലേമിൻ്റെ മതിൽ പുനർനിർമ്മിക്കുവാൻ നെഹമ്യാവിന് കഴിഞ്ഞു. നെഹമ്യാവ് 6:15. നെഹമ്യാവിനെ പോലെ നമുക്കും തകർന്നു കിടക്കുന്ന ചില മതിലുകൾ പണിയുവാനായിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ മതിൽ, കുടുംബബന്ധങ്ങളുടെ മതിൽ, കരുതലിൻ്റെ മതിൽ, സ്നേഹത്തിൻ്റെ മതിൽ, ഇവയൊക്കെ ഇന്ന് തകർന്നു കിടക്കുകയാണ്. ഇവയെ പുനർനിർമ്മിതി ചെയ്യാത്തിടത്തോളം ശത്രു അകത്ത് പ്രവേശിച്ച് നാശനഷ്ടങ്ങൾ വരുത്തും. അവയെ പുനർനിർമ്മിതി ചെയ്യുവാനുള്ള ചുമതല കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പലപ്പോഴും സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിപ്പാനാണ് നാം ശ്രമിക്കുന്നത്. എല്ലാം പരാജയപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തോട് പറയും, അല്ലേ? അതാ വാസ്തവത്തിൽ സംഭവിക്കുന്നത്. തിരുവചനം എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സങ്കീർത്തനം 20:7. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. തുടർന്ന് 8-ാം വാക്യം പറയുന്നത്, അങ്ങനെ ആശ്രയിച്ചവർ കുനിഞ്ഞു വീണുപോയി. സങ്കീർത്തനം 33:17 പറയുന്നത്, ജയത്തിന് കുതിര വ്യക്തമാകുന്നു, തൻ്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ശലോമോൻ രാജാവ് നമുക്ക് നൽകുന്ന ആലോചന, സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢനാകുന്നു എന്ന സദൃശ്യവാക്യം 28:26. സങ്കീർത്തനം 118:8-9 വാക്യങ്ങൾ പറയുന്നത്, മനുഷ്യരിലും പ്രഭുക്കന്മാരിലും ആശ്രയിക്കരുത്. നാം ആരിലാണ് ആശ്രയിക്കേണ്ടത്? നാം യഹോവയിൽ ആശ്രയിക്കണം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം അഭാഗ്യമുള്ള ജനം. നെഹമ്യാവിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം യഹോവയായ ദൈവത്തിലുള്ള ആശ്രയമായിരുന്നു. നെഹമ്യാവ് 1:5 വാക്യങ്ങളിൽ നെഹമ്യാവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. യെരുശലേമിൻ്റെ അവസ്ഥ അറിഞ്ഞ് നെഹമ്യാവ് ആദ്യം ചെയ്തത് ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവത്തോട് അവൻ ആലോചന ചോദിച്ചു. നമ്മൾ അങ്ങനെയല്ല. കാള പെറ്റുവെന്ന് കേട്ടാൽ ഉടൻ കയറെടുക്കുന്ന സ്വഭാവക്കാരാണ് നമ്മൾ. ഇവിടെ നെഹമ്യാവ് കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. നെഹമ്യാവ് 1:4. നാം അനുകരിക്കേണ്ട ചില പ്രത്യേകതകൾ നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ട്. ഒന്ന്, നെഹമ്യാവിൻ്റെ പ്രാർത്ഥന നിശ്ചയദാർഢ്യത്തോടെ ആയിരുന്നു. അതായത് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമെന്നുള്ള നിശ്ചയം നെഹമ്യാവിനുണ്ടായിരുന്നു. നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നത്, രാവും പകലും നിൻ്റെ മുൻപാകെ പ്രാർത്ഥിക്കുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിൻ്റെ ചെവി ശ്രദ്ധിച്ച് നിൻ്റെ കണ്ണ് തുറന്ന് ഇരിക്കണമേ. 1:6. നിശ്ചയത്തോടെ മറുപടി ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദൈവം കേട്ട ഉത്തരം നൽകും. യാക്കോബ് 5:16-18 വാക്യം. ഏലിയാവിൻ്റെ പ്രാർത്ഥനയാൽ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും മണ്ണും ദഹിപ്പിച്ചു. 1 രാജാക്കന്മാർ 18:38. തുടർന്ന് ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിന് മുകളിൽ കയറി നിലത്തു കുനിഞ്ഞ് തൻ്റെ മുഖം മുഴങ്കാലുകൾക്കിടയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അതോടൊപ്പം മേഘം കടലിൽ നിന്ന് പൊങ്ങുന്നത് കാണും വരെയും ബാല്യക്കാരനെ അയച്ചുകൊണ്ടേയിരുന്നു. 1 രാജാക്കന്മാർ 18:42-45 വരെ. മേഘം പൊങ്ങുമെന്നും മഴ പെയ്യുമെന്നും ഏലിയാവ് വിശ്വസിച്ചു. വിശ്വാസത്തിൻ്റെ ഫലം ലഭിക്കുന്നതുവരെയും ഏലിയാവ് പ്രാർത്ഥിച്ചു.
തകർന്ന മതിലുകൾ പുതുക്കി പണിയുന്നതിന് സഹായം നൽകുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിശ്ചയത്തോടെ സഹായം ലഭിക്കുന്നതുവരെയും പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകണം. 2, നമ്മളുടെ പ്രാർത്ഥന പാപം ഏറ്റുപറഞ്ഞുകൊണ്ടായിരിക്കണം. നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നത്, ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു, ഞങ്ങൾ നിന്നോട് വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു, നിന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ലംഘിച്ചിരിക്കുന്നു. 1:6 മുതൽ 7 വരെ. പാപമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് ആ ദൈവത്തിൻ്റെ കരുണ ലഭിക്കുന്നത്. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ ദാവീദിൻ്റെ വലിയ പാപം ക്ഷമിച്ചു വന്ന 1 ശമൂവേൽ 12:13 നാം വായിക്കുന്നത്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളണമെങ്കിൽ നമ്മുടെ പാപം ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പശ്ചാത്തപിക്കണം. 3, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ദൈവഹിതം അറിയുന്നതിന് വേണ്ടി നെഹമ്യാവ് 4 മാസമാണ് കാത്തിരുന്ന് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു 4 മാസം. അതായത് ദൈവ ഇഷ്ടത്തിനും ദൈവസമയത്തിനുമായി കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമാകുമെന്ന നിശ്ചയം നെഹമ്യാവിനുണ്ടായിരുന്നു. ദൈവത്തിൽ പൂർണ്ണാശ്രയം വെച്ച് മടുത്തുപോകാതെ ഉത്തരം ലഭിക്കുന്നതുവരെയും പ്രാർത്ഥിക്കുന്നവരെയാണ് കർത്താവിന് ആവശ്യം. അങ്ങനെയുള്ളവരെ കർത്താവ് പ്രയോജനകരമായി ഉപയോഗിക്കും. കർത്താവേ, നിൻ്റെ സമയത്തിനും ഹിതത്തിനുമായി കാത്തിരുന്ന് പ്രാർത്ഥിപ്പാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. കഷ്ടത തന്നിലും കൈ